കായംകുളം നഗരസഭയുടെ സഞ്ചരിക്കുന്ന ശൗചാലയ മാലിന്യ പ്ലാന്റ് അഴിമതി ഇടപാടിൽ നഗരസഭയിലെ ഭരണപക്ഷ അംഗങ്ങൾ പോലും വിയോജനക്കുറിപ്പ് നൽകിയതോടെ അഴിമതി വ്യക്തമായ സാഹചര്യത്തിൽ ചെയർപേഴ്സണെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതായി UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായംകുളം നഗരസഭയിലെ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും ചെയർപേഴ്സണെതിരെയും നടപടിയെടുക്കും വരെ UDF പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. കായംകുളം നഗരസഭയുടെ സഞ്ചരിക്കുന്ന ശൗചാലയ മാലിന്യ പ്ലാന്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി UDF പാർലമെന്ററി പാർട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം LDF ആണ് ഭരിച്ചിരുന്നത്. തുടർഭരണമെന്ന നിലയിൽ വീണ്ടും LDF ആണ് അധികാരത്തിൽ വന്നത്. ഈ അധികാരത്തിൽ വന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അധികാരത്തിലിരിക്കുന്ന LDF ഭരണത്തിൽ കായംകുളം പട്ടണത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ LDF ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഏത് വിഷയത്തിൽ തൊട്ടാലും അവിടെയെല്ലാം അഴിമതിയാണ് നടക്കുന്നത്. കായംകുളം പട്ടണത്തിൽ സ്റ്റേഡിയം, ITI, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇങ്ങനെയുള്ള ഒരുപാട് വികസന പദ്ധതികൾ, മാർക്കറ്റിൽ ആധുനിക അറവുശാല, ഇതൊന്നും പൂർത്തീകരിക്കാനോ നടപ്പിലാക്കാനോ തുടങ്ങി വെക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. കായംകുളം പട്ടണത്തിലെ മനുഷ്യ മാലിന്യം സംസ്കരിക്കുന്ന ഒരു പ്ലാന്റുമായി ഭരണ നേതൃത്വം രംഗത്ത് വന്നത് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെങ്ങും ചർച്ച ചെയ്തില്ല. ഇതിന് പണം അനുവദിക്കേണ്ട ഫൈനാൻസ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ല. ഈ പ്ലാന്റ് വാങ്ങിച്ചതിൽ വലിയ ദുരൂഹത നിൽക്കുകയാണ്. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ നോഹവിനെ കുറിച്ച് സഭയെ അറിയിച്ചിട്ടില്ല. ഒരു വീട്ടിൽ നിന്നും 6000 രൂപ വെച്ച് മേടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫയൽ പരിശോധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ എഗ്രിമെൻ്റ് പോലും വളരെ കൃത്രിമമായി കെട്ടിച്ചമച്ചതാണ്. ഈ കാര്യത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഞങ്ങളിത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഞങ്ങളിത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി അന്വേഷിക്കപ്പെടണം. അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടാകുന്നത് വരെ ചെയർപേഴ്സൺ സൽസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നാണ് UDFന്റെ ആവശ്യം. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുവാൻ നഗരസഭയ്ക്ക് കീഴിൽ അനുയോജ്യമായ 5.5 ഏക്കറോളം സ്ഥലം ഉണ്ടെന്നിരിക്കെയാണ് അത് മറച്ചുവെച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന പ്ലാന്റ് വാങ്ങാൻ തീരുമാനമെടുത്തത്. എന്നാൽ ഇതിന് പറ്റിയ വാഹനം സർക്കാർ ഏജൻസിയായ ജെമ്മിൽ നിന്ന് വാങ്ങുവാനുള്ള കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ജെമ്മിൽ നിന്നും വാഹനം ലഭിക്കില്ല എന്ന കുറിപ്പെഴുതി സ്വകാര്യ ഏജൻസിയിൽ നിന്നും വാഹനം വാങ്ങിക്കുകയാണ് നടന്നതെന്നും UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 6 മാസക്കാലം മാത്രം കാലാവധിയുള്ള LDFന്റെ നഗരസഭയിലെ ചെയർപേഴ്സൺ നഗരസഭാ സെക്രട്ടറിയുമായി ചേർന്ന് 2 കമ്പനികളിൽ നിന്നും കൊട്ടേഷൻ വാങ്ങി ഭൗമ എന്ന കമ്പനിക്ക് 1,79,00,000 രൂപയ്ക്ക് 5 വർഷക്കാലത്തേക്ക് മുൻകൂർ അനുമതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും 27 ലക്ഷം രൂപ വാഹനത്തിന് അഡ്വാൻസ് നൽകുകയും ചെയ്തത് നഗരസഭാ കൗൺസിലോ ബന്ധപ്പെട്ട സ്ഥിരസമിതികളോ അറിയാതെയാണെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. ഇതടക്കം നിരവധി അഴിമതികളും ക്രമക്കേടുകളും ഈ ഭരണത്തിന്റെ കീഴിൽ നടന്നിട്ടുണ്ടെന്നും ഇതിനെതിരെയെല്ലാം ശക്തമായ സമരവുമായി UDF മുന്നോട്ടു പോകുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയിലെ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും UDF പ്രക്ഷോഭം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, UDF കൗൺസിലർമാരായ K പുഷ്പദാസ്, AP ഷാജഹാൻ, ബിദു രാഘവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.